വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. ഇന്ന് സെറ്റ് എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ക്യുമുലേറ്റീവ് കോസേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The backwash effect was introduced by option A Kindleberger, option B Gunnar Myrdal, option C J.K. Galbraith, option D A.K. Sen. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗുണ്ണാർ മിർഡൽ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ക്യുമുലേറ്റീവ് കോസേഷൻ തിയറി എന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു ഫീച്ചേഴ്സും നോക്കാം. സ്വീഡിഷ് എക്കണോമിസ്റ്റായ ഗുണ്ണാർ മിർഡൽ ആണ് ക്യുമുലേറ്റീവ് കോസേഷൻ തിയറി ഡെവലപ്പ് ചെയ്തത്. ഈ ക്യുമുലേറ്റീവ് കോസേഷൻ തിയറിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് നാഷണൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള റീജിയണൽ ഇന്നീക്വാളിറ്റീസിനെ പറ്റിയിട്ടാണ് ഈ തിയറിയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കണ്ടുവരുന്ന ഒരു റീജിയണൽ ഇന്നീക്വാളിറ്റിയെ പറ്റിയിട്ടാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ വ്യക്തമാക്കുന്നത്. ഗുണ്ണാർ മിർഡലിൻ്റെ അഭിപ്രായത്തിൽ പ്രോസസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഈസ് അൺബാലൻസ്ഡ്. അതായത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞ പ്രോസസ്സ് അൺബാലൻസ്ഡ് ആണ്. അതുപോലെ തന്നെ അത് ജിയോഗ്രഫിക്കലി ഒരുപോലെയല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അൺഈവനായിട്ട് അവിടെ ഇവിടെയൊക്കെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ചില ഏരിയയിൽ എന്താണ് ഒട്ടും ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിൻ്റെ പ്രോസസ്സ് എപ്പോഴും എന്താണ് റിച്ചർ സെക്ഷൻ്റെ കയ്യിൽ എപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നു. അതായത് റിച്ചർ സെക്ഷൻ എപ്പോഴും റിച്ചറായും പുവർ സെക്ഷൻ എപ്പോഴും പുവറായിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഈ സർക്കുലർ ആൻഡ് ക്യുമുലേറ്റീവ് പ്രോസസ്സിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പല ഗ്രോത്തിൻ്റെ തിയറികളിലും എപ്പോഴും കേട്ടിരുന്ന ഒരു ടേമാണ് എന്താണ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് കോസേഷൻ അല്ലെങ്കിൽ ഈ സർക്കുലർ കോസേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ മിർഡലിൻ്റെ തിയറിയാണ്. അപ്പോൾ ഇനി സർക്കുലർ കോസേഷൻ എന്ന് കേട്ട് കഴിഞ്ഞാലും ഡൗട്ട് അടിക്കണ്ട, ക്യുമുലേറ്റീവ് കോസേഷൻ എന്ന് കേട്ടാലും ഡൗട്ട് അടിക്കണ്ട. ഇതിനെയൊക്കെ മറ്റ് തിയറികളിൽ നമ്മൾ വേറൊരു പേരായിട്ടാണ് കേട്ടിട്ടുള്ളത് അല്ലേ, എന്തുട്ടാ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്നുള്ളത്. അപ്പോൾ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ആ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുട്ടാണ് ലോ ഇൻകം, ലോ സേവിങ്, ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ എന്താണ് വീണ്ടും ലോ ഇൻകം തന്നെ വരും. അതായത് സേവിങ് നടക്കണില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പോൾ അവരെന്താണ് പിന്നെയും ലോ ഇൻകത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നത്തെ ക്ലാസ്സുകളിൽ. ഇനി എക്കണോമിക് ഇന്നീക്വാളിറ്റിയുടെ പ്രധാന കാരണം ഈ തിയറിയിൽ ഗുണ്ണാർ മിർഡൽ പറയണത് സ്ട്രോങ് ബാക്ക്വാഷ് ഇഫക്റ്റും വീക്ക് സ്പ്രെഡ് ഇഫക്റ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബാക്ക്വാഷ് ഇഫക്റ്റ് എന്നും സ്പ്രെഡ് എഫക്റ്റ് എന്നും നോക്കാം. ഇനി ബാക്ക്വാഷ് ഇഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അല്ലേ. ഒരു എക്കോണമിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഇതായിട്ടാണ് എന്ത് ബാക്ക്വാഷ് ഇഫക്റ്റിനെ ഗുണ്ണാർ മിർഡൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് എക്കോണമിയിൽ എപ്പോഴും എന്താണ് ഒരു കോർ റീജിയൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു നൈബറിങ് റീജിയൻ ഉണ്ടാവും. അതിൽ കോർ എന്ന് പറഞ്ഞ ഏരിയ എന്താണ് എപ്പോഴും ഡെവലപ്ഡ് ആയിരിക്കും. നൈബറിങ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു അണ്ടർ ഡെവലപ്ഡ് റീജിയൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കോർ റീജിയൻ്റെ ഡെവലപ്മെൻറ്റ് നൈബറിങ് റീജിയനെ ബാധിക്കുക എന്നാണ് ബാക്ക്വാഷ് ഇഫക്റ്റിൽ കൂടെ പറയുന്നത്. ആ നെഗറ്റീവായിട്ടുള്ള തലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ പോയിന്റ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് റിസോഴ്സ് ഡ്രെയിൻ. അതായത് അവിടുത്തെ വിഭവങ്ങളെല്ലാം ആര് കൊണ്ടുപോകും, അതായത് നൈബറിങ് ഏരിയ ലെസ് ഡെവലപ്ഡ് റീജിയനിലെ വിഭവങ്ങളെല്ലാം എന്താണ് ഡെവലപ്ഡ് റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് മെയിനായിട്ട് മൈഗ്രേഷനിൽ കൂടെ എന്താണ് ലേബറും ക്യാപിറ്റലും ഒക്കെ എന്താണ് എപ്പോഴും ഡെവലപ്ഡ് റീജിയനിലോട്ട് മാറ്റപ്പെടും. അപ്പോൾ അതിൻ്റെ ഗുഡ് എഫക്റ്റ് ഒക്കെ കിട്ടാതിരിക്കും കോർ റീജിയൻ ആയിരിക്കും. ഇനി രണ്ടാമത്തതാണ് എന്ത് എക്കണോമിക് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് കോർ റീജിയനിലെ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കില്ല, നൈബറിങ് റീജിയൻ അതായത് ലെസ് ഡെവലപ്ഡ് റീജിയനിലെ ഉള്ളവർക്ക് കോർ റീജിയനിലെ കോമ്പറ്റീഷൻ ഒന്നും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മൂന്നാമതാണ് പറയുന്നത് എന്ത് വേജ് ഡിസ്പാരിറ്റി. വേജ് ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും കോർ റീജിയനിൽ എന്തായിരിക്കും നല്ല ഉയർന്ന സാലറി ഉണ്ടാവും, അതുപോലെ തന്നെ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് ലെസ് ഡെവലപ്ഡ് ഏരിയ എന്ന് എല്ലാവർക്കും അട്രാക്റ്റ് ചെയ്യുക എന്താണ് ആ കോർ റീജിയനിലത്തെ വേജ്, അട്രാക്റ്റീവ് വേജ് ഒക്കെ ആയിട്ട് എന്തായാലും എല്ലാവരും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ
തുടങ്ങും. ഈ നാലാമത്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇംബാലൻസ്. നമുക്കറിയാം സ്വാഭാവികമായിട്ടും എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും കൂടുതൽ നിക്ഷേപിക്കാനൊക്കെ ഇഷ്ടപ്പെടുക എന്താണ്, നല്ല ഡെവലപ്ഡ് റീജിയനിലായിരിക്കും. നൈബറിംഗ് റീജിയനെ അവർ നെഗ്ലക്റ്റ് ചെയ്യാണ്ടാവുക. അപ്പോൾ ബാക്ക് വാഷ് ഇഫക്റ്റ് മെയിനായിട്ട് ആലോചിച്ചാൽ മതി. എക്കോണമീനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതായത് കോർ റീജിയനും ലെസ് ഡെവലപ്ഡ് റീജിയനും ഒരു നൈബറിംഗ് റീജിയനും എടുക്കുകയാണെങ്കിൽ ആ കോർ റീജിയന് കൂടുതൽ ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കായിരിക്കും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുക? നൈബറിംഗ് റീജിയനായിരിക്കും. അത് എന്തുകൊണ്ടൊക്കെയാണ് വേജ് ഡിസ്പാരിറ്റിയിൽ ഉണ്ടാവാം, എക്കണോമിക് ഡിസ്പ്ലേസ്മെൻറ്റിൽ കൂടെ നടക്കാം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇംബാലൻസ്, പിന്നെ എന്താണ് റിസോഴ്സ് ഡ്രെയിനിൽ കൂടിയൊക്കെ സംഭവിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, കർണാടകയിലെ ബാംഗ്ലൂർ നമുക്കറിയാം IT-ക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പേര് കേട്ട ഒരു സോഫ്റ്റ്വെയർ ഹബ്ബാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരൊക്കെ വളരെയധികം അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ നഷ്ടം സംഭവിക്കുന്ന ആരാണ്? നമ്മുടെ ബെസ്റ്റ് ബ്രെയിൻസ്. അത് കേരളത്തിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവരുടെ ബെസ്റ്റ് ബ്രെയിനെ പോയി വർക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും? ബാംഗ്ലൂരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടുക എന്താണ്? ബാംഗ്ലൂരും അല്ലെങ്കിൽ ആ കർണാടക സ്റ്റേറ്റിനായിരിക്കും അതിൻ്റെ കൂടുതൽ ഗുണം കിട്ടുക. ഇനി അടുത്തതാണ് ഏത്? സ്പ്രെഡ് ഇഫക്റ്റ്. ഇനി സ്പ്രെഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്കോണമിക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്നതാണ്. എന്ത്? സ്പ്രെഡ് ഇഫക്റ്റിൽ കൂടെ പറയുന്നത്. അത് ഏതെല്ലാം തരത്തിലാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് സ്പിൽ ഓവേഴ്സ്, അതായത് കോർ റീജിയനിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അപ്പോൾ അതെന്താണ്? അതിൻ്റെ കുറച്ച് നല്ല വശങ്ങളാർക്ക് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൈബറിംഗ് റീജിയൻസിന് കിട്ടാൻ സഹായിക്കുന്നു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ കോർ റീജിയനിൽ കുറേ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസായ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യും. അത് കോർ റീജിയനെ മാത്രമല്ല അതിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന നൈബറിംഗ് റീജിയൻസിന് എന്താണ്? അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ഇനി ലേബർ മൊബിലിറ്റി, അതായത് കോർ റീജിയനിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനും വേജസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? നൈബറിംഗ് റീജിയൻസിൽ നിന്ന് ആ അവസരങ്ങൾ മുന്നിൽ കണ്ടിട്ട് ആരാണ്? ലേബേഴ്സ് കോർ റീജിയനിലേക്ക് മൂവ് ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് എക്സ്പാൻഷൻ, അതായത് നൈബറിംഗ് ഏരിയസിലെ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഏതാണ്? ഈ സ്പ്രെഡ് എഫക്റ്റിൽ കൂടെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് ഡൽഹി ബെനിഫിറ്റ് ഫരീദാബാദ്, ഗുരുഗ്രാം, ഗാസിയാബാദ്. അതായത് ഡൽഹിക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എന്താണ്? ഡൽഹിയുടെ പരിസരത്തുള്ള മറ്റ് ഗ്രാമങ്ങൾക്കും ഗുണകരമാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഗുണ്ണാർ മിർഡിലിൻ്റെ ക്യുമുലേറ്റീവ് കോസേഷനുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സാണ് പറഞ്ഞത്. മെയിനായിട്ട് ക്യുമുലേറ്റീവ് കോസേഷൻ അല്ലെങ്കിൽ സർക്കുലർ കോസേഷൻ എന്നുള്ള ടേം ഓർക്കുക. അതിൽ മെയിൻ 2 ഇതാണ് പറയുന്നത്. ബാക്ക് വാഷും സ്പ്രെഡ് എഫക്റ്റും ആലോചിക്കുക. ബാക്ക് വാഷ് എപ്പോഴും നെഗറ്റീവും സ്പ്രെഡ് എഫക്റ്റ് എപ്പോഴും പോസിറ്റീവാണെന്ന് ഓർക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.